നല്ല സിനിമയാണ്, കാണാൻ പറ്റിയ സിനിമയാണ്. ഫസ്റ്റൊക്കെ നമുക്ക് കാണുമ്പം കുറച്ച് ലാഗ് പോലെ തോന്നും, സെക്കൻഡ് ഹാഫൊക്കെ വരുമ്പം കൊള്ളാം, സൂപ്പർ പടം. ഓക്കെ പക്ക ഓക്കെ ആണ്. മല്ലു ചേച്ചിയുടെ കാലമാണ് ഇനി കേരളത്തിൽ, അത്ര തന്നെ. നൈസ് അഭിനയം. ഇടിയൊക്കെ എന്ന് വെച്ചാൽ ഒരു 2.5 കിൻഡൽ വരും ഓരോ ഇടി മല്ലു ചേച്ചിയിൽ. ഓക്കെ ആണ്. വിഷയമാണ്. അപ്പോൾ ചേട്ടനൊക്കെ കിട്ടിലൊരു അഭിനയിച്ചിട്ടുണ്ട്. നൈസ് സിനിമയാണ്. കോമഡി വിഷയൊക്കെ ആണെങ്കിൽ നൈസ് സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് ചെറിയ കോമഡി ഉണ്ട്. ബാക്കി സെക്കൻഡ് ഹാഫോട്ട് സിനിമയിലെ ഒരു ഇതേ മാറുകയാണ്. എല്ലാവരും കുടുംബസമയം വന്നിരുന്ന് കാണണം, തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഒരു തിയേറ്റർ വാച്ച് മൂവിയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം. ശ്വേതാമേൻ്റെ അഭിനയം എടുത്ത് തന്നെ പറയണം. കാരണം എല്ലാ സിനിമയിലും ചെറിയൊരു സൈഡ് റോൾ ചെയ്തിട്ടാണ് പോകുന്നത്. ഇത് അങ്ങനെയല്ല, ഒരു ബോൾഡ് ക്യാരക്ടർ, ഫൈറ്റ് സീനൊക്കെ എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് മനോജ് എടുത്ത് തന്നെ പറയണം. മനോജ് ബ്രോ കിടിലായിട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. ശ്വേതാമേനം കൊള്ളായിരുന്നു. അതിൻ്റെ ഫൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അഭിനയം കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കുക. കൊള്ളാം, നല്ല പടം, നല്ല പുതിയൊരു അറ്റംപ്റ്റ്, കൊള്ളാം. നല്ല കഥ ഇടയ്ക്ക് ചില കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും, പക്ഷെ കുഴപ്പമില്ല, നല്ല കണ്ടോണ്ടിരിക്കുക. നല്ല ഫൈറ്റ് സീൻസൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാം കൊള്ളാം, നല്ല ഇഷ്ടപ്പെട്ടു. ശരത്ത് കൊള്ളാം, എല്ലാം മൊത്തത്തിൽ നല്ലൊരു പടമായിരുന്നു. കോമഡി ആക്ഷനും എല്ലാം ഉണ്ട്. ആക്ഷൻസ് ഉണ്ട്, കോമഡി ഉണ്ട്. എൻ്റെ ഫാമിലി കണ്ടിരിക്കാൻ നല്ലൊരു ആള് കുറവായിരുന്നു, പക്ഷേ വേറെ വരുമായി ഒരു ആവറേജ് പടം എന്നുള്ള, അല്ലാതെ അതിനപ്പുറം വേറെ സംഭവങ്ങളൊന്നും ഇല്ല അതിനകത്ത്. അതിൻ്റെ എന്തൊക്കെ കുറച്ച് ചെറിയ അതായത് ജോയിനിങ്ങിൻ്റെ ഒരു സംഭവം. മൊത്തത്തിൽ അതിൻ്റെ വിഷ്വൽ ട്രീറ്റ്മെൻറ്റും ക്യാമറയും നന്നായിട്ടുണ്ട് സാർ. കൊള്ളാം. ഒരു പുതിയ പടം കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം എന്നുള്ളേ ഉള്ളൂ. ഇതുവരെ കണ്ടിട്ടുള്ള ഈ പോലെ അല്ല, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രമേയം. നല്ല പടമായിരുന്നു. കൊള്ളാം, നല്ല അടിപൊളിയാണ്.